നമസ്കാരം. വിമാനയാത്രക്കിടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകര പ്രശ്നങ്ങളിലൊന്നാണ് വിമാനം ആകാശച്ചുഴിയിൽ വീഴുക എന്നുള്ളത്. പലപ്പോഴും ഇതേ തുടർന്ന് വിമാനം വല്ലാതെ ആടി ഉലയുകയും യാത്രക്കാർ പരിഭ്രമിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവാണ്. കൃത്യമായി സീറ്റ് ബെൽറ്റ് മറ്റിടാതിരിക്കുന്ന യാത്രക്കാർ ഇതിൽ പരിക്കേൽക്കുക വരെ ചെയ്യും. കാരണം അവർ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനം ആടി ഉലയുമ്പോൾ യാത്രക്കാർ സ്വാഭാവികമായും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ മറിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. മാത്രമല്ല വിമാനം വലിയൊരു അപകടത്തിൽ പെടാൻ പോവുകയാണോ എന്ന് സംശയമുള്ള യാത്രക്കാർ വല്ലാതെ തിക്കും തിരക്കും ഉണ്ടാക്കുകയും പലപ്പോഴും പ്രശ്നങ്ങളിൽ ചെന്ന് പെടുകയൊക്കെ ചെയ്യുന്നത് സാധാരണ രീതിയാണ്. കഴിഞ്ഞ ദിവസം ലുഫ്താൻസ എയർലൈൻസിൻ്റെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വിമാന കമ്പനികളൊന്നായ ലുഫ്താൻസ എയർലൈൻസിൻ്റെ ഒരു വിമാനം ഇത്തരത്തിൽ ആകാശത്ത് ആടി ഉലഞ്ഞതിനെ തുടർന്ന് 11 പേർക്കാണ് പരിക്കേറ്റത്. വിമാനത്തിലെ 5 യാത്രക്കാർക്കും 6 ജീവനക്കാർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 5 യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്നാണ് വിമാന കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. വിമാനത്തിലെ പരിക്കേറ്റ ജീവനക്കാർ ഒരു പക്ഷേ എയർ ഹോസ്റ്റർമാരോ മറ്റോ ആയിരിക്കാം. അവർ ഒരു ക്ഷണം നിൽക്കുന്ന സമയത്തായിരിക്കാം വിമാനം ആടി ഉലഞ്ഞത് എന്നാണ് നമ്മൾ കരുതേണ്ടത്. വിമാനം ആടി ഉലഞ്ഞതിനെ തുടർന്ന് പരിക്കേറ്റ യാത്രക്കാർക്കാർക്കും തന്നെ ഗുരുതരമായ പരിക്കൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. വിമാനം ആടി ഉലഞ്ഞതിനെ തുടർന്ന് യാത്രക്കാർ പലരും നിലവിളിക്കുകയായിരുന്നു എന്നാണ് സഹയാത്രക്കാർ പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് ആടി ഉലഞ്ഞത്. എന്നാൽ വിമാനം തീർത്തും സുരക്ഷിതമായിരുന്നു എന്നാണ് ലുഫ്താൻസ അധികൃതർ വ്യക്തമാക്കുന്നത്. വിമാനം ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങിയ ഉടൻ തന്നെ പരിക്കേറ്റ യാത്രക്കാർക്ക് പ്രാഥമിക ചികിത്സ നൽകി. ലുഫ്താൻസയുടെ ബോയിങ് 747-8 ഇനത്തിൽപ്പെട്ട വിമാനത്തിൽ 329 യാത്രക്കാരും 19 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ബ്യൂണസ് അയേഴ്സിൽ നിന്ന് പുറപ്പെട്ട് അല്പസമയത്തിനകമാണ് വിമാനം ആടി ഉലഞ്ഞത്. 33,000 അടി ഉയരത്തിൽ വിമാനം പറക്കുന്ന സമയത്തായിരുന്നു സംഭവം നടന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ മ്യാൻമാറിലേക്കുള്ള യാത്രക്കിടെ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ ഒരു യാത്രക്കാരൻ മരിക്കുകയും 30ഓളം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഈ യാത്രക്കാരൻ മരിച്ചത് ഹൃദയാഘാതം കാരണമായിരുന്നു എന്നാണ് പിന്നീട് സിംഗപ്പൂർ എയർലൈൻസ് അധികൃതർ വ്യക്തമാക്കിയത്. ഈ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ ഹൃദ്രോഗിയായിരുന്ന അദ്ദേഹത്തിന് ഹൃദയാഘാതം അനുഭവപ്പെടുകയും അങ്ങനെ ആ വിമാനത്തിനുള്ളിൽ തന്നെ മരിക്കുകയും ചെയ്തു എന്നാണ് സിംഗപ്പൂർ എയർലൈൻസ് അധികൃതർ പിന്നീട് വ്യക്തമാക്കിയത്. പക്ഷേ 30ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളത് വലിയ സംഭവമായി തന്നെയാണ് ഈ വിമാന കമ്പനി കണ്ടതും. സാധാരണ ഇതിൽ സ്ഥിരമായി വിമാനയാത്ര നടത്തുന്നവർക്ക് വിമാനം ആകാശച്ചുഴിയിൽ പെടുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കാം. ആദ്യമായിട്ടും മറ്റും വിമാനത്തിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ച് വിമാനം പെട്ടെന്ന് വല്ലാതെ താഴ്ചയിലേക്ക് പോവുകയും ആടി ഉലയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഭയമാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ലുഫ്താൻസ പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വിമാന കമ്പനികളിലൊന്നിൻ്റെ വിമാനം പോലും ഇത്തരത്തിൽ ആകാശത്ത് ആടി ഉലയുമ്പോൾ യാത്രക്കാർ നിലവിളിക്കുക സ്വാഭാവികം മാത്രമാണ്.